Problems using properties of determinants. Using properties of determinants, prove that determinant 1, 1, 1, a, b, c, a cube, b cube, c cube is equal to a minus b into b minus c into c minus a into a plus b plus c. നോക്കൂ, a മൈനസ് ബി മാക്സിമം എലമെന്റ്സ് 0 വരുത്തണം, റോയിലോ അല്ലെങ്കിൽ കോളത്തിലോ. എ മൈനസ് ബി എന്ന് വരണം. എ മൈനസ് ബി എന്ന് വരണമെങ്കിൽ അവർ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വിൽ ബി ഈക്വൽ ടു C1 മൈനസ് C2. എ മൈനസ് ബി വരും അല്ലെ, C1 മൈനസ് C2. ഇനി ബി മൈനസ് സി എന്ന് വരണമെങ്കിലോ C2 മൈനസ് C3. ഓക്കെ, C1 gives C1 minus C2 and C2 gives C2 minus C3. Determinant 1 minus 1 0. A minus B, A minus B. A cube minus B cube. A cube minus B cube is equal to A minus B into A square plus AB plus B square. അതാണ് ഐഡന്റിറ്റി. അപ്പൊ A cube minus B cube, A minus B into A square plus AB plus B square. C2 gives C2 minus C3. 1 minus 1 0. B minus C, B cube minus C cube, B minus C into B square plus BC plus C square. 1 C cube. Clear? ഫസ്റ്റ് റോയിൽ നിന്ന് കോളത്തിൽ നിന്ന് എ മൈനസ് ബി കോമൺ ഫാക്ടർ പറഞ്ഞോളൂ. സെക്കൻഡ് കോളത്തിൽ നിന്ന് ബി മൈനസ് സി കോമൺ ഫാക്ടർ. ഡിറ്റർമിനന്റ് 0 1, പിന്നെ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. 0 1 ബി സ്ക്വയർ പ്ലസ് C square, BC plus C square. 1 C cube. Okay, we just expand that determinant using first row. A minus B into B minus C into 1 into 1 into അതൊക്കെ ക്യാൻസൽ ആയി. തേർഡ് എലമെന്റ് 1 into ക്രോസ് ചെയ്യൂ, ബി സ്ക്വയർ പ്ലസ് ബി സി പ്ലസ് സി സ്ക്വയർ മൈനസ് ഓഫ് എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ക്ലിയർ അല്ലേ? എ മൈനസ് ബി ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു ഈ മൈനസ് വെച്ച് ഓപ്പൺ ചെയ്യാം, ബി സ്ക്വയർ പ്ലസ് ബി സി പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് എ ബി മൈനസ് ബി സ്ക്വയർ. ഓക്കെ, ബി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ക്യാൻസൽ ആയി. ഇവിടെ സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് കണ്ടോ, അതിനെ സി പ്ലസ് എ ഇൻറ്റു സി മൈനസ് എ എന്ന് എഴുതുക. സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പൊ എ മൈനസ് ബി ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു ബി സി മൈനസ് എ ബി. അവിടെ ഏത് കോമൺ ഫാക്ടർ എടുക്കാം? ബി സി മൈനസ് എ ബി, ബി ഇൻറ്റു സി മൈനസ് എ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ, സി പ്ലസ് എ ഇൻറ്റു C minus A. Definitely C minus A, C minus A taken outside, that is A minus B into
ബി മൈനസ് സി ഇൻറ്റു സി മൈനസ് എ, ഇവിടെ ബി പ്ലസ് ഇവിടെ സി പ്ലസ് എ. This is our right hand side. Okay, make a note. Okay, our next problem. Show that determinant a minus b minus c, 2a, 2a, 2b, b minus c minus a, 2b, 2c, 2c, c minus a minus b is equal to a plus b plus c ഹോൾ ക്യൂബ്. ഓക്കെ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കണേ. ഇവിടെ ഇതാ ഇത് മൂന്നും ഈ ഫസ്റ്റ് എലമെന്റ്സ് ആഡ് ചെയ്താൽ എ മൈനസ് ബി മൈനസ് സി പ്ലസ് 2b. അപ്പൊ മൈനസ് ബി പ്ലസ് 2b എന്ന് പറയുമ്പോ പ്ലസ് ബി എന്ന് വരും. മൈനസ് സി പ്ലസ് 2c എന്ന് പറയുമ്പോ പ്ലസ് സി എന്ന് വരും. അപ്പൊ ഫസ്റ്റ് റോയില് എ പ്ലസ് ബി പ്ലസ് സി എന്നാവും. C R1 gives R1 plus R2 plus R3. 2a minus a വരും പ്ലസ് ബി, ബിയുടെ സൈഡ് പ്ലസ്, മൈനസ് സി പ്ലസ് സി പ്ലസ് സി എന്നാവും. മൈനസ് സി പ്ലസ് 2c പ്ലസ് സി. അപ്പൊ ഫസ്റ്റ് റോയിൽ അവിടെ എ പ്ലസ് ബി പ്ലസ് സി, ഇവിടെ ആഡ് ചെയ്താലും എ പ്ലസ് ബി പ്ലസ് സി എന്നായിരിക്കും. അതായത് R1 gives R1 plus R2 plus R3. നമുക്കൊരു ഡിറ്റർമിനന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കുക. R1, R2, R3, C1, C2, C3 ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്താല് എ പ്ലസ് ബി പ്ലസ് സി, 2a മൈനസ് എ പ്ലസ് ബി മൈനസ് സി പ്ലസ് 2c സി, 2a മൈനസ് എ 2b മൈനസ് ബി പ്ലസ് ബി പ്ലസ് സി. Then 2b, b minus c minus a, 2b, 2c, 2c, c minus a minus b. Okay. ഇനി എന്ത് ചെയ്യാം? ഫസ്റ്റ് റോന്ന് എ പ്ലസ് ബി പ്ലസ് സി കോമൺ ഫാക്ടർ എടുത്താൽ ഡിറ്റർമിനന്റ് 1, 1, 1. ഓക്കെ, 2b, b minus c minus a, 2b, 2c, 2c, c minus a minus b. ഓക്കെ, എ പ്ലസ് ബി പ്ലസ് സി ഫസ്റ്റ് റോന്ന് കോമൺ ഫാക്ടർ എടുത്തു. ദെൻ ഇനി ഈ രണ്ട് എലമെന്റ്സ് നമുക്കൊന്ന് സീറോ ആക്കിയിടാം. എങ്ങനെ സീറോ ആക്കിയിടാം? ഇവിടെ 0 ഇവിടെ 0 വരികയാണെങ്കിൽ ഫസ്റ്റ് റോയിൽ എക്സ്പാൻഡ് ചെയ്യാം. C2 ഗീവ്സ് റോ വൈസ് ചെയ്യാൻ, കോളം 0 ആക്കണമെങ്കിൽ റോ വൈസും റോ 0 ആക്കണമെങ്കിൽ കോളം വൈസും ചെയ്യണം. ഇവിടെ കോളം വൈസ് ചെയ്ത് കഴിഞ്ഞാൽ C2 ഗീവ്സ് C2 മൈനസ് C1 ആൻഡ് C3 ഗീവ്സ് C3 മൈനസ് C1. ഓക്കെ, 1, 2b, 2c. Then 1 minus 1, 0. b minus c minus a minus 2b. അപ്പൊ b minus 2b minus b എന്ന് വരും. അപ്പൊ minus b minus c minus a, 2c minus 2c 0. C3 minus C1 0, 2b minus 2b 0, c minus 2c minus c minus c minus a minus b into ഈ ഡിറ്റർമിനന്റിന്റെ പുറത്ത് എ പ്ലസ് ബി പ്ലസ് സി ഉണ്ട് കേട്ടോ. അത് ആക്ച്വലി ഞാൻ മറന്നു എന്നാണ് അപ്പുറത്തേക്ക്. ഇനി അതൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാണ്. എ പ്ലസ് ബി പ്ലസ് സി ഡിറ്റർമിനന്റ് 1, 0, 0, 2b. ആ മൈനസ് ഓഫ് ഇതിന്ന് മൂന്നിൽ ഒരു മൈനസ് കോമൺ ഫാക്ടർ എടുക്കുകയാണ്. അപ്പൊ മൈനസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി 0, 0, 2c 0 മൈനസ് ഓഫ്
എ പ്ലസ് ബി പ്ലസ് സി. ഒരു മൈനസ് കോമൺ ഫാക്ടർ എടുത്തിട്ടു. ഇനി ആ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്താൽ എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു 1 ഇൻറ്റു റോ പോയി കോളം പോയി, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി, എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ മൈനസ് 0. ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ 0 ആയിരിക്കും. എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി whole cube. Okay. Okay, our next question. Show that determinant 1 plus a 1 1, 1 1 plus b 1, 1 1 1 plus c is equal to abc into 1 plus 1 by a plus 1 by b plus 1 by c, or abc into bc plus ca plus ab. Okay. Left hand side is the determinant. A common factor, first row. A from R1, B from R2, C from R3. That is ABC into determinant 1 plus 1 by a. n common factor അപ്പൊ 1 a common factor എടുത്താൽ 1 by a, ഇവിടുന്ന് 1 a common factor എടുത്താൽ 1 by a, അടുത്ത 1 a common factor എടുത്താൽ 1 by a from R1. ഇനി b from R2 നിങ്ങൾ പറഞ്ഞോളൂ. 1 b common factor എടുത്താൽ 1 by b. 1 plus 1 by b. Ready അല്ലേ? 1 plus b in the b common factor. 1 in the b common factor. 1 by b. Then R3 പറഞ്ഞോളൂ. c ആണ് common factor. 1 by c. 1 by c. 1 plus 1 by c. Okay. And that. Just add it. 1 plus 1 by a plus 1 by b plus 1 by c. 1 by a plus 1 plus 1 by b plus 1 by c. R1 gives, ഞാൻ പറഞ്ഞത് ആഡ് ചെയ്ത് നോക്കാൻ. R1 gives R1 plus R2 plus R3. We get ABC into 1 plus 1 by a plus 1 by b plus 1 by c. But 1 by a plus 1 plus 1 by b plus 1 by c. But adding 1 by a plus 1 by b plus 1 plus 1 by c. Then 1 by b, 1 plus 1 by b, 1 by b, 1 by c, 1 by c, 1 plus 1 by c. ഏത് കോമൺ ഫാക്ടർ എടുക്കാം? ഫസ്റ്റ് റോന്ന് ABC into 1 plus 1 by a plus 1 by b plus 1 by c. Determinant 1 1 1. Okay. 1 by b, 1 plus 1 by b, 1 by b, 1 by c, 1 by c, 1 plus 1 by c. Okay, make a note first. ഇനി ഫസ്റ്റ് റോയിലെ 2 എലമെന്റ്സ് 0 ആക്കണം. C2 gives C2 minus C1, C3 gives C3 minus C1. ABC into 1 plus 1 by a plus 1 by b plus 1 by c into 1 by b 1 by c. 1 minus 1, C2 minus C1, 0. 1 plus 1 by b minus 1 by b, 1.
1/c minus 1/c 0 0 1 minus 1 0 1 plus 1/c minus 1/c 1. നിങ്ങൾ ആ ഡിറ്റർമിനന്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കൂ, 1 വരും. അപ്പൊ ആൻസർ ABC ഇൻറ്റു 1 പ്ലസ് 1/a പ്ലസ് 1/b പ്ലസ് 1/c അല്ലേ? ജസ്റ്റ് ആ ABC ഒന്ന് ഓപ്പൺ ചെയ്യൂ. ABC ഇൻറ്റു 1 ABC ABC ഇൻറ്റു 1/a BC A ക്യാൻസൽ ആയി. ABC ഇൻറ്റു 1/b BB ക്യാൻസൽ ആയി. AC പ്ലസ് ABC ഇൻറ്റു 1/c CC ക്യാൻസൽ ആയി. AB. ഇത് രണ്ടും അല്ലേ പ്രൂവ് ചെയ്യാനുള്ളതെന്നൊന്ന് നോക്കിയ ക്വസ്റ്റ്യനില് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, നോക്കൂ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ABC are in AP, find the value of the determinant 2y plus 4 5y plus 7 8y plus 8 3y plus 5 6y plus 8 9y plus b 4y plus 6 7y plus 9 9y plus c. ഈ ABC ആണ് അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ അല്ലെ. അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെങ്കിൽ 2b is equal to a plus c. ഏത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെങ്കിൽ A B C. ഓക്കെ, then 2y plus 4 5y plus 7. ഈ A plus c ചെയ്താല് ഈ A plus c വന്നിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാല് A plus c വരും. ആ A plus cക്ക് പകരം നമുക്ക് 2b ഇടാം. ഓക്കെ, ഞാൻ ആഡ് ചെയ്യാണ്. R1 gives R1 plus R2 സോറി R3. അപ്പോഴല്ലേ A plus c വരുള്ളൂ. 2y plus 4y 6y plus 10 4 plus 6 10 5y plus 7y 12y plus 16 8y plus 10y 18y plus A plus C 18y plus A plus C 3y plus 5 6y plus 8 9y plus B 4y plus 6 7y plus 9 നോക്കണ്ടല്ലോ 10y plus C. ഇനി ഞാൻ ഈ A plus Cക്ക് പകരം 2b എന്ന് എഴുതും. 2b A plus Cക്ക് പകരം 2b. അപ്പൊ ഇതിന് എല്ലാത്തിനും ഒരു 2 കോമൺ ഫാക്ടർ എടുത്ത് എഴുതുകയാണ്. നോക്കൂ, 2 into 3y plus 5 ക്ലിയർ അല്ലേ? 2 into 6y plus 8 2 into 9y plus b. മനസ്സിലായില്ലേ? A plus Cക്ക് പകരം 2b എന്ന് എഴുതി. അപ്പൊ 18y plus 2b എന്ന് വരും. 2 കോമൺ ഫാക്ടർ എടുത്തു. ഓക്കെ, 3y plus 5 6y plus 8 9y plus b 4y plus 6 7y plus 9 10y plus c. ക്ലിയർ അല്ലേ? ഇതിന് ഈ ഫസ്റ്റ് റോന്ന് 2 കോമൺ ഫാക്ടർ എടുക്കാലോ. 2 കോമൺ ഫാക്ടർ എടുത്ത് ബാക്കിയുള്ള ഡിറ്റർമിനന്റ് നിങ്ങൾ അങ്ങോട്ട് എഴുതുക. ഐഡന്റിക്കൽ റോ വരും. R1 is equal to R2 ആയിരിക്കും. അപ്പൊ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനന്റ് 0 വരും. ഐഡന്റിക്കൽ റോയോ അല്ലെങ്കിൽ കോളമോ വരികയാണെങ്കിൽ അപ്പൊ 2 into 0 എന്ന് പറഞ്ഞാൽ 0 എന്ന് ആൻസർ വരും. മനസ്സിലായോ? ഒന്നുകൂടെ പറയണം. അതായത് ഇപ്പൊ ഇതുവരെ കിട്ടിയല്ലോ, ഈ ഫസ്റ്റ് റോന്ന് നമ്മൾ 2 കോമൺ ഫാക്ടർ എടുക്കുക. 2 കോമൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3y plus 5 6y plus 8 9y plus b ഫസ്റ്റ് റോയില് വരും.
സെക്കൻഡ് റോയിലും അതേ എലമെന്റ്സ് തന്നെയല്ലേ നോക്കൂ. അതാണ് പറഞ്ഞത് ഐഡന്റിക്കൽ റോ എന്ന്. ഐഡന്റിക്കൽ റോ ആണെങ്കിൽ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനന്റ് 0. അപ്പൊ 2 into 0 0. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോൾവ് ദ ഇക്വേഷൻ. ആ ഡിറ്റർമിനന്റിന്റെ വാല്യൂ 0 ആണ്. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാണ്. R1 gives R1 plus R2 plus R3 എന്ത് വരും? ഡിറ്റർമിനന്റ് x plus x plus x 3x plus a 3x plus a 3x plus a x x plus a x x x x plus a which will be equal to 0. അത് എന്തിന് ഈക്വൽ ആണ്? 0 ഈക്വൽ ആണ്. ഫസ്റ്റ് റോന്ന് 3x plus a കോമൺ ഫാക്ടർ 3x plus a into ഡിറ്റർമിനന്റ് 1 1 1 x x plus a x x x x plus a will be equal to 0. ക്ലിയർ? ഇനി നമ്മൾ ഈ രണ്ട് കോളും ഈ രണ്ട് എലമെന്റ്സും 0 ആക്കുക. C2 gives C2 minus C1. C3 gives C3 minus C1. 3x plus a into determinant 1 x x 1 minus 1 0. x plus a minus x a x minus x 0. 1 minus 1 0. x minus x 0. x plus a minus x x sorry a is equal to 0. ഇനി ആ ഡിറ്റർമിനന്റ് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്തു കേട്ടോ. ഓക്കെ, 3x plus a into എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a into a സ്ക്വയർ 3x plus a into a square is equal to 0. Okay, therefore find the value of x അല്ലേ? 3x plus a is equal to 0. a square അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോയി. 3x is equal to minus a by 3. Question, find the value of x ആണ്. x is equal to minus a by 3.